നല്ല അലർജി ചുമ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക്. ഇപ്പം ഞാൻ ഇത് കൊണ്ടുവന്നിട്ടുള്ള എന്തെന്ന് വെച്ചാൽ നമുക്ക് അലർജിക്കുള്ളതാണ് കേട്ടോ. അലർജി ഉണ്ടായാലും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒരു 3 ദിവസം കഴിച്ചാൽ മതി. പിന്നെ നമുക്ക് വീണ്ടും വരുമ്പോൾ അലർജി വരുമ്പോൾ അപ്പോഴും കഴിക്കാൻ പെട്ടെന്ന് ഓടിച്ചെന്ന് ഇംഗ്ലീഷ് മരുന്ന് അങ്ങനെ കുടിക്കരുത്. കുട്ടികൾക്കൊന്നും കൊടുക്കാൻ നിൽക്കരുത്. കാരണം ഇംഗ്ലീഷ് മരുന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷ് മരുന്നിന് തന്നെ നമ്മൾ നിൽക്കും ആൻറ്റിബയോട്ടിക് കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആദ്യം 1-2 ദിവസമൊക്കെ അങ്ങനെ കൊടുത്ത് നോക്കി. എന്നിട്ട് കുറവില്ലെങ്കിൽ ഇംഗ്ലീഷ് മരുന്ന് കൊടുത്തുകൊണ്ട് ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ കുര എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കാലാവസ്ഥൻ്റെ ഇതാണ്. കാലാവസ്ഥയ്ക്ക് നമുക്ക് എന്ത് ചെയ്യും, നല്ല പൊടിയും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ നല്ല പൊടി പറഞ്ഞാൽ വേനലായി റോഡ് സൈഡിലൊക്കെയാണ് വീടിച്ചാൽ നല്ല പൊടിയാക്കാരം വണ്ടികളിങ്ങനെ പോയിട്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്യാം, ആദ്യം ഞാൻ പറയട്ടെ, ഇതാണ് ആടലോടകത്തിൻ്റെ ഇലയാണ് കേട്ടോ. ആടലോടകം നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ ഇത് ആടലോടകത്തിൻ്റെ ഇലയാണ് കേട്ടോ. പിന്നെ ഇത് കഞ്ഞിക്കൂർക്കൾ നമുക്കറിയാലോ, എല്ലായിടത്തുണ്ടാവും. അധികം ആൾക്കാർക്കും അറിയാം അതെന്താണെന്ന്. ഇത് തുളസി അറിയില്ലേ, തുളസി. പിന്നെ ഇത് വലിയ ജീരകമാണ് കേട്ടോ, ലേശം വലിയ ജീരകം. ചെറിയ ജീരകം ഉപയോഗിച്ചാൽ ചെറിയ ജീരകം നമുക്ക് തണുപ്പാണ് കേട്ടോ. അതാണ് ചെറിയ ജീരകം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇത് ഇഞ്ചി, ഇത് മതി കേട്ടോ. 2 ഗ്ലാസ് വെള്ളത്തിന് ഇത് മതി. പിന്നെ എന്ത് ചെയ്യാന്നോ, നമ്മൾ ഇന്ന് 2 ഗ്ലാസ് വെള്ളം ഉണ്ടാക്കിയത് നാളെ അതന്നെ ഉപയോഗിച്ചിട്ടോ. നാളെ ഒന്നും ഉപയോഗിച്ചാൽ അങ്ങനെ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ദിവസം ഇത് വെക്കാൻ നിൽക്കണ്ട കേട്ടോ, ദിവസം ഉണ്ടാക്കാൻ നിൽക്കരുത്. അപ്പോൾ അതിൻ്റെ ദിവസം നമ്മൾ നാളെ ആകുമ്പോഴാണ് ഒന്നും കൂടിയും നല്ലതായി കിട്ടുന്നത്. പക്ഷേ കയ്പ്പുണ്ടാവും കേട്ടോ, ഈ കാടലോടൊക്കെ ഉണ്ടാവുകൊണ്ട് കയ്പ്പുണ്ടാവും. അപ്പോൾ നിങ്ങൾ തിളച്ച് കഴിഞ്ഞിട്ട് ഒരു ചൂടാറിയതിന് ശേഷം അത് അരിച്ച് മാറ്റി വെക്കുക. അതിൽ തന്നെ വെച്ച് നാളക്കത്തിന് ഇതിലും ഇതിൻ്റെ ചപ്പുകൾ ഇട്ട് വെക്കരുത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കഴിഞ്ഞേക്കിന് തന്നെ അരിച്ച് മാറ്റി വെക്കാം കേട്ടോ. അരിച്ച് മാറ്റി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഉണ്ടാക്കുക. ഞാൻ കാണിച്ചു തരാം. ഇത് ഇട്ടുകൊണ്ട് ഇങ്ങനെ ഇതാക്കണേ, അടുപ്പിൽ വെക്കാൻ ഇതാക്കണേ കേട്ടോ. അപ്പോൾ നിങ്ങൾ അടുപ്പിലാക്കുമ്പോൾ അങ്ങനെ വെക്കുക. അടുപ്പിൽ ഇത്ര ഇത് വെച്ചിട്ട് ഞാൻ 1 ഗ്ലാസ് വെള്ളം വെച്ചിരിക്കുന്നത്. 1 ഗ്ലാസ് വെള്ളം വെച്ചാൽ കുറച്ച് നേരം നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ ഇത്ര കുറുക്കണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇത്ര നേരം വെക്കണം എന്ന് നമുക്കറിയാലോ. ഇത് വെന്തൂന്നും ഇതിൻ്റെ സത്യത്തിൽ വരെ ഇറങ്ങിയത് നമുക്ക് തന്നെ കണ്ടാലും അറിയാലോ. അത്ര കേട്ടോ. എന്ന് വെച്ചാൽ വീഡിയോ അത്ര ക്ലാരിറ്റി ഒന്നുമില്ല, നമ്മളെ ഫോണുകൊണ്ടില്ലേ ആ ക്ലാരിറ്റി ഒന്നുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ക്ലാരിറ്റിയോട് എടുക്കാതെ പോകണമെന്നല്ല, ഇത് സാധാ ഒരു ഫോണാണ് അതിലാണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾ അത്രേ. അപ്പം എന്ത് ചെയ്യുക, ചുമ ഉണ്ടാകുമ്പോൾ ഇതുണ്ടാക്കി നിങ്ങളൊരു കൊടുത്തു കുട്ടികൾക്ക്. അലർജിയൊക്കെ പെട്ടെന്ന് എൻ്റെ കുട്ടിക്ക് ഇതേപോലെ ടോൺസിലായിരുന്നു കേട്ടോ. ടോൺസിലായി. അപ്പോൾ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അലർജിൻ്റെതാണ് പറഞ്ഞു. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഡോക്ടർ ഇതേപോലെ എനിക്ക് മരുന്ന് എഴുതി തന്നു. ഞാൻ ആ മരുന്ന് കൊണ്ട് പോന്നു, അത് കൊടുത്തു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഇത് കൊടുക്കൽ തുടങ്ങി. അപ്പോൾ എൻ്റെ അലർജി മാറി. ഇപ്പോൾ ടോൺസിലൊക്കെ പറ്റ പോയിക്കണം കേട്ടോ. അങ്ങനെ കൊടുത്ത് ഞാൻ മാറ്റിയെടുത്തു കേട്ടോ. ഇനി ഉണ്ടാവില്ല എന്നല്ല, നമ്മൾ തണുപ്പ് കൊടുത്ത കുട്ടികൾക്ക് ടോൺസിൽ വരും. തണുപ്പ് കൊടുക്കുക, അതിലൊരു തൈര് തണുത്തത് തിന്നുക, അതൊക്കെ ചെയ്താൽ കുട്ടികൾക്ക് എന്തായാലും ടോൺസിൽ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് കൊടുത്താൽ മറക്കും. ഞാൻ ഇത്രേ ഉള്ളൂ എനിക്കിന്ന് പറഞ്ഞതാണ്. ഞാനിങ്ങനെ ടിപ്സ് കൊണ്ട് വരണ്ട കേട്ടോ. ഇനിയുള്ളത് ഞാനിങ്ങനെ നിങ്ങൾക്ക് ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ പറഞ്ഞുതരാം. ഇങ്ങനെ അലർജിക്ക് ഇനി മെയിനായിട്ട് നമ്മളെ ചെങ്കണ്ണൊക്കെ ഉണ്ടായാലല്ലേ നമ്മളെ വീട്ടിലുള്ളൊരു സാധനം വെച്ചിട്ട് തന്നെ ചെങ്കണ്ണ് മാറ്റാൻ കേട്ടോ. അത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നല്ല നീറ്റൊക്കെ ഉണ്ടാവും, എന്നാലും അറിയാക്കാരങ്ങൾക്കൊക്കെ അറിയാക്കാരം എന്താണെന്നുള്ളത്. ഞാൻ വരുന്നുണ്ട് കേട്ടോ. ഇനി അത് കാണിച്ചു തരാം നിങ്ങൾക്ക്.